Hi everyone, +1 chemistry ക്ലാസ്സുകളിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് +1 ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞ ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളൊന്ന് റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ ക്ലാസ് 1 നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞിരുന്നത്. അതായത് ജനറൽ കെമിസ്ട്രിയിൽ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലേ, എന്തൊക്കെയാണ് മാറ്റർ എങ്ങനെയൊക്കെ കാണുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നോക്കൂ, രണ്ടാമത്തെ ക്ലാസ്സിൽ വന്നപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ അല്ലേ. ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്? ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് മാറ്റർ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, പ്യുവർ സബ്സ്റ്റൻസ് അല്ലേ, അതുപോലെ തന്നെ മിക്സ്ചേഴ്സ് എന്നൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു. ഇനി മോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ ക്ലാസ് 2 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോൾ കൺസെപ്റ്റ് എന്തിനായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? അതൊരു എന്താ ഉണ്ടായിരുന്നത്, പ്രൈമറി യൂണിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മോൾ കൺസെപ്റ്റിനെ പറയാം. ആ മോൾ കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതായത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് ആയിട്ട് മോൾ എന്താണെന്നും അവോഗാഡ്രോ നമ്പർ എത്രയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. മോളാർ മാസ് എന്താണ് എന്നൊക്കെ ഡിസ്കസ് ചെയ്തു. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 3 അല്ലേ. ക്ലാസ് 3 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്നുള്ള ടോപ്പിക്കും അതുപോലെ തന്നെ എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞ കാര്യം. വളരെ എളുപ്പമാണ്, ക്ലാസ്സുകളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കും, പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കൺവീനിയൻ്റ് ആയിട്ട് പല കാര്യങ്ങളും പെർസെൻറ്റേജിലാണ് പറയും അല്ലേ. നമ്മൾ പറയുകയാണ്, ഞാൻ 100% ആത്മാർത്ഥതയോടെയാണ് ചെയ്തത് അല്ലെ, ശതമാനം അല്ലെ, 100% 100% അല്ലെ. അതേപോലെ പറയാം, ഈ സിനിമ കണ്ടിട്ട് ഒരു 50% സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു അല്ലെ. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. എപ്പോഴും പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുന്നത് 100-ൽ എത്രയാണ് പെർസെൻറ്റേജ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതായത് 60% എന്ന് പറഞ്ഞാൽ അതായത് 60 ഔട്ട് ഓഫ് 100 എന്നാണ് അർത്ഥം വരുന്നത് അല്ലെ. 50% എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? 100-ൽ 50 അല്ലെങ്കിൽ 50 ഔട്ട് ഓഫ് 100 എന്നാണ് അർത്ഥം വരുന്നത്. ശരി, ഇവിടെ നമ്മൾ എങ്ങനെയാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കുന്നത്? അതായത് നമുക്കൊരു മോളിക്യൂൾ, ഒരു സബ്സ്റ്റൻസിന്റെ മോളിക്യുലർ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ ആ മോളിക്യുലർ ഫോർമുലയിൽ നമുക്ക് വ്യക്തമാണ് അതിനുള്ള ഏതൊക്കെ എലമെന്റുകളാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്ന ഒരു എക്സാമ്പിൾ ആണ് NaCl. ശരിയല്ലേ? NaCl ഏതൊക്കെ ആറ്റംസ് ഉള്ളത്? Na ഉണ്ട്, Cl ഉണ്ട്, ശരിയല്ലേ? അതുപോലെ തന്നെ H2O, 2 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മാസുകൾ H2O എന്ന് പറഞ്ഞ മോളിക്യൂളിന്റെ മൊത്തം മാസിന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് ശ്രദ്ധിക്കണം. H2O എന്ന് പറയുന്ന മോളിക്യൂൾ ആണ്. H2O മോളിക്യൂളിന്റെ മാസിന്റെ എത്ര ശതമാനമാണ് ഹൈഡ്രജന്റെ മാസ്? അതിനുള്ളിൽ എത്ര ശതമാനമാണ് ഓക്സിജന്റെ മാസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പെർസെൻറ്റേജ് കോമ്പോസിഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആദ്യമായിട്ട് സ്ക്രീനിൽ ഇക്വേഷൻ കാണാം. മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ പറയുന്നത്? മാസ് ഓഫ് ദി എലമെന്റ് ഇൻ ദ കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിലെ ഏത് എലമെന്റിന്റെ കാര്യമാണ് പറഞ്ഞത്? ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട്. ഒരു മോളില് ഒരു മോളിക്യൂളിന് 1 മോൾ എടുത്താൽ എത്ര മാസ് ഉള്ളതാണ്? മോളാർ മാസ് ഇൻറ്റു 100. ഇതിനെ ഇൻറ്റു 100 ചെയ്യുന്ന പെർസെൻറ്റേജ് നമ്മൾ പറഞ്ഞു ഔട്ട് ഓഫ് 100-ലാണ് പറയുന്നത്. പിടിയിട്ടോ? അപ്പൊ ഇക്വേഷൻ ശ്രദ്ധിക്കുക. മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ എലമെന്റ് ഇൻ ദ കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു 100. ക്ലിയർ അല്ലേ? ശരി, ഇനി നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോഴാണ് നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ചെയ്യാം. പ്രോബ്ലത്തിലേക്ക് കടക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കാൽക്കുലേറ്റ് മാസ് പെർസെൻറ്റേജ് ഓഫ് ഈച്ച് എലിമെന്റ് അല്ലെ ഇൻ CO2. കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിലെ ഓരോ എലിമെന്റുകളും ഏതൊക്കെയാണ്? കാർബണും ഓക്സിജനും. ഇവരുടെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കാണാൻ, അല്ലെങ്കിൽ മാസ് പെർസെൻറ്റേജ് കാണാം. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഫോർമുല പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്ന മോളിക്യുലർ മാസ് ആദ്യം കണ്ടുപിടിക്കണം. കാരണം എല്ലാത്തിനും ഡിനോമിനേറ്ററിൽ വരുന്ന എന്താ? മോളിക്യുലർ മാസ് അല്ലെ. വാട്ട് ഈസ് ദ മോളിക്യുലർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? നിങ്ങൾക്ക് കാർബണിന്റെ മാസ് 12, ഓക്സിജൻ മാസ് 16 ആണ്. പക്ഷെ ഇവിടെ O2 ഉള്ള കാരണം 16 + 16 ഇറ്റ് ഈസ് എത്രയാ വരിക? 32. Then carbon dioxide total mass 12 + 32 എത്രയാ വരിക? 44 അല്ലേ. അപ്പോൾ 44 gram ആണ്
എന്ത് മോളാർ മാസ് എന്ന് പറഞ്ഞു. മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എത്ര? ഗ്രാം പെർ മോൾ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരു മോൾ സബ്സ്റ്റൻസിന്റെ മാസ് നമ്മൾ ഒരു GMM എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ GMM എന്ന് പറയുമ്പോൾ എത്രയാ പറയുന്നത്? ഗ്രാമിലാണ് പറയുക അല്ലെ. ഗ്രാമിൽ എന്ത് അറ്റോമിക് മാസ്, അതിന്റെ നമ്പർ ഗ്രാമിൽ മാത്രം പറയുന്നതാണ് എന്ന് പറയുന്നത് 1 GMM. ശരി, അപ്പൊ നമുക്ക് എത്ര കിട്ടി? 44 ഗ്രാം പെർ മോൾ ആണ് മോളിക്കുലാർ മാസ്. മോളാർ മാസ് ആണെങ്കിൽ 44 ഗ്രാം എന്ന് മാത്രം. നമ്പർ മാറില്ല, യൂണിറ്റ് മാത്രമേ വ്യത്യാസപ്പെടുത്തുള്ളൂ. ശരി, അപ്പൊ നമുക്ക് ഡിനോമിനേറ്ററിൽ എഴുതുന്ന സംഖ്യ കിട്ടി 44 ആണ്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? കാർബണിന്റെ മാസ് പെർസെന്റേജ് കാണണം അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡിൽ എങ്ങനെയാ കാണാം? മാസ് പെർസെന്റേജ് ഓഫ് കാർബൺ. ഇക്വേഷൻ എന്താ നോക്കി നോക്കൂ. ഒരു കാർബണിന്റെ മാസ് എത്രയാ? 12. ഇവിടെ നമ്മുടെ CO2 എന്ന് പറഞ്ഞ മോളിക്യൂൾ ഒരു കാർബണേ ഉള്ളൂ. അപ്പൊ 12 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്രയാ? 44 അല്ലെ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇൻറ്റു 100 ചെയ്യുന്നു. ആൻസർ എത്രയുണ്ട്? 27.3%. വളരെ സിമ്പിൾ ആണല്ലോ അല്ലെ. ഇനി അതുപോലെ തന്നെ ഓക്സിജന്റെ മാസ് 16 ആണ്. പക്ഷെ 2 ഓക്സിജൻ ഉണ്ട് ഇവിടെ. CO2 എന്നല്ലേ പറയുന്നത്. അപ്പോ 2 × 16 is 32 by 44 × 100 എത്ര കിട്ടുന്നത്? 72.7%. ആ പെർസെന്റേജിൽ കൂട്ടിയൊക്കെ നിങ്ങൾക്ക് അറിയാം 100. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് മനസ്സിലായല്ലോ. അതായത് ഇതിന്റെ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ 44 ഗ്രാം പെർ മോൾ എന്ന് പറഞ്ഞിട്ടുള്ള ടോട്ടൽ മാസിലെ 72% ആരാണ് അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ആണ് അല്ലെ. അതിന് ആകെ എന്തുള്ളൂ? 27% മാത്രമേ ഇതിന്റെ മാസ് ഉള്ളൂ, കാർബൺ മാസ്. വളരെ സിമ്പിൾ ആണ് അല്ലെ. ശരി, ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. എന്താണ് രണ്ടാമത്തെ എക്സാമ്പിൾ? ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് മാസ് പെർസെന്റേജ് ഓഫ് എലമെന്റ് ഇൻ NaOH അല്ലെ. NaOHലെ എലമെന്റുകളെ കണ്ടുപിടിക്കുക. ഓക്കെ, ഏതൊക്കെ എലമെന്റ്? Na, സോഡിയം, ഓക്സിജൻ, അതുപോലെ തന്നെ ഹൈഡ്രജൻ. എന്നയുടെ മാസ് 23, ഓക്സിജന്റെ മാസ് 16, ഹൈഡ്രജന്റെ മാസ് 1 അല്ലെ. അപ്പൊ മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് എത്ര കിട്ടാം? മോളാർ മാസ് ആണ് പറഞ്ഞത്. നേരത്തെ മോളിക്കുലാർ മാസ് അത് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ മോളാർ മാസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പോലെ നമ്പർ സെയിം ആ രണ്ടിന്റെ. അപ്പൊ 23 + 16 + 1 എത്ര കിട്ടാ? ടോട്ടൽ 40 ഗ്രാം കിട്ടും. അപ്പൊ 40 ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ഇനി നമുക്ക് ഓരോ എലമെന്റുകളുടെയും നോക്കാം. മാസ് പെർസെന്റേജ് ഓഫ് Na എത്രയാ വരുന്നത്? 23 ആണ് സോഡിയത്തിന്റെ മാസ്. 23/40 ഇൻറ്റു എത്ര വരും? 100 പെർസെന്റേജ് പറയണ്ടേ. അപ്പൊ എത്ര ആൻസർ വരുന്നത്? 57.5. മോർ ദാൻ 50%ഉം NaOHല് ആരാണ് പ്രസന്റ് ആയിരുന്നത്? സോഡിയം ആണ് ടോട്ടൽ മാസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി ഓക്സിജന്റെ മാസ് എങ്ങനെയാണ് കാണാം? ഇവിടെ NaOH എന്ന് പറയുമ്പോൾ ആകെ ഒരു ഓക്സിജൻ ഉണ്ട്. നേരത്തെ പോലെ 16 × 2 ചെയ്യണോ? വേണ്ട. 16 ഡിവൈഡഡ് ബൈ 40 × 100. ആൻസർ എത്ര കിട്ടുന്നത് നോക്കി നോക്കിയാൽ 40% എന്ന് കിട്ടും. ഓക്കെ, ദെൻ മാസ് ഓഫ് ഹൈഡ്രജൻ അല്ലെ. ഒരു ഹൈഡ്രജൻ ഉള്ളൂ NaOH. അപ്പൊ 1/40 × 100 വരും. It is 2.5%. 57.5ഉം 40%, 2.5ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പെർസെന്റ് നമുക്ക് എത്ര കിട്ടും? 100. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടോട്ടൽ മാസ് മോളാർ മാസിനെ നമ്മൾ എന്തായിരുന്നു 100% ആക്കി എടുത്താൽ അതിൽ എത്ര പെർസെന്റേജ് വെച്ചിട്ടാണ് ഓരോന്നും കണ്ടെയ്ൻ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ മാസ് പെർസെന്റേജ്. കൂടുതൽ മോളിക്യൂൾസ് നിങ്ങൾക്ക് അറിയാലോ, H2SO4, HCl, അതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? വഴിയെ ഓരോന്നിന്റെയും എലമെന്റുകളുടെ കോമ്പോസിഷൻ കണ്ടുപിടിക്കും. ക്ലിയർ അല്ലേ? ശരി, അടുത്ത ഭാഗത്തേക്ക് പോകും. എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ മാസ് എന്നാണ് ടോപ്പിക്കിന്റെ പേര്. എന്താണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ? മോളിക്കുലാർ ഫോർമുല നമുക്കറിയാം അല്ലേ. നമുക്കൊന്ന് നോക്കി നോക്കാം ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. നമുക്ക് ആദ്യം തന്നെ ഡെഫിനേഷൻ ആണ് നമ്മൾ പറയുന്നത്. എന്താ ഡെഫിനേഷൻ പറയുന്നത്? എംപിരിക്കൽ ഫോർമുല represents the simplest whole number ratio of various atoms present in a molecule. ഒരു മോളിക്യൂളിൽ പ്രസന്റ് ആയിരിക്കുന്ന ഏതൊക്കെ ആറ്റംസ് ഉണ്ടോ ആ ആറ്റംസ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താ, ഒരു നിശ്ചിത റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഒരു മോളിക്യൂൾ, ഒരു ആറ്റംസ് എന്തായിട്ട് മാറുന്നത്? മോളിക്യൂൾ ആയിട്ട് മാറും. അപ്പൊ ഇവർ തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു റേഷ്യോ ഉണ്ടായിരിക്കും. ഈ പറഞ്ഞിട്ടുള്ള മോളിക്യുലാർ ഫോർമുലയിൽ നിന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം അല്ലെ. എന്തുണ്ട്? ഓരോ ആറ്റംസിന്റെ പേര് മനസ്സിലാവും. NaOH, Na എത്രണ്ണം? ഒരെണ്ണം. 1:2. ഓക്സിജൻ എത്രണ്ണം? ഒരെണ്ണം. 1:1:2 അല്ലെ. H ഒരെണ്ണം. 1:1:1. സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആണ്. ഇവിടെ നമ്മൾ പറയാണ് ഒരു മോളിക്യുലർ ഫോർമുലയിലെ ഏറ്റവും സിംപ്ലസ്റ്റ് റേഷ്യോ, ഒരു മോളിക്യൂളിനുള്ളിലെ ആറ്റംസ്, ഏതൊക്കെ ആറ്റംസ് ഉണ്ടോ ആ ആറ്റംസിന്റെ എണ്ണം ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എംപിരിക്കൽ ഫോർമുല എന്ന് വിളിക്കുന്നത്. ഇനി അപ്പൊ എന്താ മോളിക്യുലർ ഫോർമുല എന്ന് വിളിക്കുന്നത്? മോളിക്യുലർ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ് മോളിക്യുലർ ഫോർമുല? ഷോസ് ദി എക്സാക്ട് നമ്പർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിലെ എത്ര എണ്ണം ആറ്റംസ്, എക്സാക്ട് എത്ര എണ്ണം ആറ്റംസ് പ്രസന്റ് ആണ്, സിംപ്ലസ്റ്റ് റേഷ്യോ ഒന്നും ആയിരിക്കില്ല. എത്ര എണ്ണം വരെ ഉണ്ടോ അത്രയും വരുന്നത്.
ഡെഫിനേഷൻ പറഞ്ഞേക്കാളും സിമ്പിൾ എക്സാമ്പിൾസ് ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുക, ഓർക്കാൻ പറ്റും. എന്താണ് സിമ്പിൾ എക്സാമ്പിൾ? മോളിക്യുലർ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇല്ലെങ്കിൽ സ്ക്രീനിൽ കാണാം. എന്താ? C6H12O6. ഈ ഫോർമുല കാണുമ്പോൾ നമുക്ക് മനസ്സിലായിരിക്കും ഇതിനുള്ളിൽ 6 കാർബൺ ആറ്റംസ് ഉണ്ട്, 12 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, 12 ഹൈഡ്രജൻ ആറ്റംസ് ആൻഡ് 6 ഓക്സിജൻ ആറ്റംസ്. ശരിയല്ലേ? എത്ര അല്ലെ എണ്ണം ആറ്റംസ് ഉണ്ട് മോളിക്യുലർ ഫോർമുല കൃത്യമായ ഐഡിയ തരുന്നു. എന്നാൽ what is the അല്ലെങ്കിൽ what will be the empirical formula of glucose എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആറ്റത്തിന്റെ എണ്ണം 6, 12, 6 ഇവർ തമ്മിലുള്ള റേഷ്യോ നമുക്ക് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ ആ റേഷ്യോ ആയിരിക്കും എന്ന് പറയുന്നത് എംപിരിക്കൽ ഫോർമുല. അപ്പൊ നോക്കിയേ 6, 12, 6 കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 6നെ പുറത്തെടുത്താൽ അല്ലെ 6 പുറത്തെടുത്താൽ കാർബൺ 6 എന്നുള്ളത് എന്താവും, കാർബൺ 1 കണ്ടോ, H12 എന്നായിരുന്നു അല്ലെ. അതിന് 6 പുറത്തെടുത്താൽ എത്ര വരും, H2. ഓക്സിജൻ 6 പുറത്തെടുത്താൽ എത്ര വരും, 1. സോ എംപിരിക്കൽ ഫോർമുല എന്തായി, C1H2O1 ദാറ്റ് ഈസ് 1:2:1 എന്ന് പറഞ്ഞ ഏറ്റവും സിംപിളസ്റ്റ് റേഷ്യോയിലേക്ക് ആര് വരികയാണ്, എംപിരിക്കൽ ഫോർമുല. അപ്പൊ നോക്കൂ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അത് തന്നെയാണ് എന്തിൽ വരുന്നത്, ഫോർമുലയിൽ വരുന്നത്. പക്ഷേ എന്താണ് ഡിഫറൻസ് സംഭവിച്ചായിരുന്നത്, അവിടെ എന്ത് സംഭവിച്ചു, റേഷ്യോയിലെ വ്യത്യാസം വന്നു. സിംപിളസ്റ്റ് റേഷ്യോ ആണ് ആർക്കും ഒരു എംപിരിക്കൽ. അപ്പൊ കാര്യം മനസ്സിലായല്ലോ. C6H12O6 6 കോമൺ ആണ്, 6 പുറത്തെടുക്കണം, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് n എന്നുള്ള രീതിയിൽ പുറത്തേക്കണു. ബാക്കി എന്ത് വരുന്ന പറഞ്ഞാൽ സിംപിളസ്റ്റ് റേഷ്യോയില് ഒരു ആറ്റംസിനെ എ മോളിക്യൂളിലുള്ള റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഇത് വിളിക്കുന്ന എംപിരിക്കൽ ഫോർമുല. ഈ എംപിരിക്കൽ ഫോർമുലയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന മാസിനെ വിളിക്കുന്ന പേരാണ് എംപിരിക്കൽ ഫോർമുല മാസ്. എംപിരിക്കൽ ഫോർമുല മാസ് EFM എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മോളിക്യുലർ മാസും എംപിരിക്കൽ ഫോർമുല മാസിനുള്ള റിലേഷൻ എന്താണെന്ന് നോക്കുക. നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, എങ്ങനെയാണ് നമുക്ക് മോളിക്യുലർ ഫോർമുലയിൽ നിന്ന് എംപിരിക്കൽ ഫോർമുല കിട്ടിയത്, ഗ്ലൂക്കോസ് C6H12O6 ആയിരുന്നു അല്ലെ. അതിൽ നിന്ന് ഇത് 6 കോമൺ ആയിട്ട് പുറത്തെടുത്തു. That 6 is a number, is a constant, right? അതാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ലാസ്റ്റ് ആ ബ്ലൂ കളറിൽ എഴുതി കാണിച്ചിരിക്കുന്നത് എന്താ, മോളിക്യുലർ മാസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, n into empirical formula mass. അഥവാ മോളിക്യുലർ ഫോർമുല is equal to n into empirical formula എന്ന് എഴുതാം. ആ n എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഗ്ലൂക്കോസിന്റെ കേസിൽ അത് എത്രയാണ്, 6 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് ആ n നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, മോളിക്യുലർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, n കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, മോളിക്യുലർ മാസ് കണ്ടുപിടിക്കാൻ എംപിരിക്കൽ ഫോർമുല മാസിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ അത് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അത് അപ്പോൾ ആ പ്രോബ്ലത്തിലൂടെ കുറച്ചുകൂടി ക്ലിയർ ആവും അല്ലെ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം എക്സാമിന്. നോക്കൂ എങ്ങനെയാണ് പറയുന്നത്, കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07% ഹൈഡ്രജൻ, 24.27% carbon, 71.65% chlorine. Its molar mass is 98.96 gram. What are its empirical and molecular formulas? അല്ലേ, ഇവിടെ നമുക്ക് മോളിക്യുലർ മാസ് തന്നിട്ടുണ്ട്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. അവിടെ എഴുതി വയ്ക്കാം, മോളിക്യുലർ മാസ് ഇസ് 98.96. എന്നിട്ട് ഇത് പറഞ്ഞിരിക്കുകയാണ് ഇതിലുള്ള എലമെന്റുകൾ ഏതൊക്കെയാണ് പറയുന്നത്, കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ. കാർബൺ ഇസ് ടു ഹൈഡ്രജൻ ഇസ് ടു ക്ലോറിൻ. നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് മാസുകൾ പെർസെന്റേജിലാക്കി തന്നിരിക്കുക. പെർസെന്റേജിൽ നിന്ന് നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിക്കൂ, എന്താ ചെയ്യാൻ പോണേ, കൺവേർഷൻ ഇൻടു മാസ് അല്ലെ. പെർസെന്റേജിൽ തന്നിരിക്കുന്നതിനൊക്കെ ഇതിലേക്ക് മാറ്റാം, മാസിലേക്ക് മാറ്റാം. അപ്പൊ നോക്കിയേ 4.07% ഹൈഡ്രജൻ നമ്മൾ എന്ത് ചെയ്തു, മാസ് ഓഫ് ഹൈഡ്രജൻ ഈക്വൽ ടു 4.07 ഗ്രാം. മാസ് ഓഫ് കാർബൺ 24.27% ഇതിലാക്കും ഗ്രാമിലേക്ക് ആക്കി 24.27 ഗ്രാം. മാസ് ഓഫ് ക്ലോറിൻ 71.65. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പെർസെന്റേജിന് ഗ്രാമിലേക്ക് മാറ്റിയതാണ്. ശരിയല്ലേ? ഓക്കെ, സ്റ്റെപ്പ് 2 വരുമ്പോ ഇതിനൊക്കെ നമ്പർ ഓഫ് മോൾസിലേക്ക് മാറ്റാം. എങ്ങനെയാ, സ്റ്റെപ്പ് 1 നമുക്ക് തന്നിരിക്കുന്ന മാസുകൾക്ക് ഗിവൺ മാസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയാണ്. ഇവരുടെ ഓരോന്നിന്റെയും അറ്റോമിക് മാസ് നമുക്കറിയാം. അപ്പൊ എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ് അല്ലേ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ, ഹൈഡ്രജന്റെ തന്നിരിക്കുന്ന മാസ് ബൈ അറ്റോമിക് മാസ്. തന്നിരിക്കുന്ന മാസ് എത്രയാ, 4.07 ഡിവൈഡ് ബൈ 1. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും, 4.07 തന്നെയാണ് ആൻസർ കിട്ടുക അല്ലെ. അതിൽ ചെറിയ ഡിഫറൻസ് കാണാം നിങ്ങൾക്ക്. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ കണ്ടുപിടിക്കണം. അപ്പൊ എത്രയാ, ഗിവൺ മാസ് 24.27 ഡിവൈഡ് ബൈ നമ്മൾ എന്ത് ചെയ്യണം, 12 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക, 2.02. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് ക്ലോറിൻ എത്ര തന്നിരിക്കുന്നത്, 71.65 ആണ് തന്നിരിക്കുന്ന മാസ്, ഡിവൈഡഡ് ബൈ ക്ലോറിൻ അറ്റോമിക് മാസ് എത്രയാ, 35.5.
ആൻസർ ചെയ്തിട്ട് 2.02. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ശ്രദ്ധിക്കുക നിങ്ങൾ. ഹൈഡ്രജന്റെ 4, അടുത്തത് കാർബണിന്റെ 2, അതുപോലെ തന്നെ ക്ലോറിന്റെ എത്രയാണ് 2. ശരിയല്ലേ? ഇനി അതിനെ സ്റ്റെപ്പ് 3 നമ്മൾ എന്താ ചെയ്യണേ, ഇതിനെ റേഷ്യോയിലേക്ക് മാറ്റി നോക്കൂ. റേഷ്യോ എത്രയാ? H/C/Cl. ഹൈഡ്രജൻ കാർബൺ Cl ഒരു റേഷ്യോ വരണം. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന നമ്പർ ഓഫ് മോൾസിന് നേരെ റേഷ്യോയിലേക്ക് മാറ്റി എഴുതാണ് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ സിംപ്ലസ്റ്റ് റേഷ്യോ ഹോൾ നമ്പർ ആക്കി എഴുതുന്നു. ഡെസിമൽ ഒക്കെ എന്ത് ചെയ്യണം, എക്സ്ക്ലൂഡ് ചെയ്യുന്നു. 4.04 എന്നുള്ളതിന് എന്താകുന്നു 4. അതുപോലെ തന്നെ 2.02നെ 2. അപ്പൊ നമുക്ക് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ എത്ര കിട്ടും? 4:2:2. ഏതൊക്കെ? കാർബൺ ഹൈഡ്രജൻ കാർബൺ ക്ലോറിൻ എന്നുള്ളതിനെ 4:2:2 എന്നുള്ള റേഷ്യോ കിട്ടും. അപ്പൊ നമുക്ക് അതിൽ നമുക്ക് എംപിരിക്കൽ ഫോർമുല എഴുതാലോ. ഹൈഡ്രജന്റെ അവിടെ 4 എഴുതാം. ഹൈഡ്രജൻ 4, കാർബൺ 2, അതുപോലെ തന്നെ ക്ലോറിൻ 2. അപ്പൊ ഫോർമുല എന്താ വരിക നോക്കിയാൽ അവിടെ നമ്മൾ ബോൾഡ് ആക്കി കൊടുത്തിട്ടുണ്ടല്ലോ. എംപിരിക്കൽ ഫോർമുല ഈക്വൽ ടു നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി അല്ലെ. എത്രയാ വന്നിരിക്കുന്നത്? അപ്പൊ 4:2:2 എന്ന് പറയുമ്പോൾ അത് സിംപ്ലസ്റ്റ് റേഷ്യോ അല്ല. ഇനി നമുക്ക് അതിനുള്ളിൽ നിന്ന് എന്ത് ചെയ്യാം, പുറത്തെടുക്കാനുണ്ട്. നമ്മൾ പറയുന്നത് ഇപ്പൊ സ്റ്റെപ്പ് 3 ആണ് പറയുന്നത്. സ്റ്റെപ്പ് 3 നമ്മൾ റേഷ്യോ കണ്ടു 4:2:2. അതെങ്ങനെ എഴുതിയ? ഡെസിമൽസ് കളഞ്ഞ് ഹോൾ നമ്പർ ആക്കി എഴുതി. ആ ഹോൾ നമ്പർ സിമ്പിൾ ആണോ നോക്കി, എങ്ങനെ സിമ്പിൾ ആണോ നോക്കി. ഇനി അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുണ്ടോ നോക്കി നോക്കാം. അപ്പൊ ഇവിടെ 2, 2, 4 ആണ് എടുക്കുന്നത്. അത് നമുക്കൊരു 2നെ വേണമെങ്കിൽ വീണ്ടും പുറത്തെടുക്കാം. അങ്ങനെ പുറത്തെടുക്കുമ്പോൾ റേഷ്യോ 2:1 എന്നുള്ള റേഷ്യോയിലേക്ക് മാറി. ദെൻ അവിടെ എംപിരിക്കൽ ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് CH2Cl. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. കാർബൺ ഫസ്റ്റ് 2, ഹൈഡ്രജൻ രണ്ടാമത് 2, പിന്നെ ക്ലോറിൻ 2. കാർബണും ക്ലോറിനും 1 വെച്ചിട്ടേ ഉള്ളൂ. ഹൈഡ്രജൻ മാത്രം 2, ദാറ്റ് ഈസ് CH2Cl. എംപിരിക്കൽ ഫോർമുല കിട്ടിയാൽ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എംപിരിക്കൽ ഫോർമുല മാസ് കാൽക്കുലേറ്റ് ചെയ്യും. എത്രയാ മാസ്? കാർബണിന്റെ മാസ് 12, ഹൈഡ്രജൻ 2 ഉണ്ട് 2, ക്ലോറിന്റെ 35.5, ആകെ മൊത്തം 49.5. എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടി. മോളിക്കുലാർ മാസ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നിരിക്കുന്നു 98.96. എന്ത് കണ്ടാൽ മതി? നമുക്ക് ആ കോൺസ്റ്റന്റ് കിട്ടണ്ട. ഗ്ലൂക്കോസ് നമ്മൾ ഒരു 6 പുറത്തെടുത്തില്ലേ, അതുപോലെ ആ കോൺസ്റ്റന്റ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കും. എങ്ങനെ കോൺസ്റ്റന്റ് കിട്ടുക? സ്റ്റെപ്പ് 4 നോക്കുക. മോളാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ചെയ്താൽ നമുക്ക് കോൺസ്റ്റന്റ് കിട്ടും. അപ്പൊ 98.96 ഡിവൈഡഡ് ബൈ 49.5 ചെയ്താൽ നമുക്ക് എത്ര ആൻസർ? ഇറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്രോക്സിമേറ്റ് 2 കിട്ടും. ആ 2 കൊണ്ട് എംപിരിക്കൽ ഫോർമുല CH2Cl എന്നല്ലേ ഇതിന്റെ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ കാർബണിന്റെ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ C2, ഹൈഡ്രജന്റെ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4, ക്ലോറിന്റെ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2. അപ്പൊ ഫോർമുല എന്ത് വന്നു? C2H4Cl2. സിമ്പിൾ ആണ്. നിങ്ങൾ ഓരോ സ്റ്റെപ്പും വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് നിങ്ങൾ ഓരോ സ്റ്റെപ്പും നോക്കി നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് ആ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്തോ ചോദിക്കാം. ഓക്കെ, അപ്പൊ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ടോപ്പിക്കേ പറഞ്ഞിട്ടുണ്ട്. രണ്ടും പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടാണ് ഉള്ളതുകൊണ്ടാണ് വല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാതെ. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇത് കാണാലോ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇനിയും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന അല്ലെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു നമ്പർ കാണുന്നുണ്ടായിരുന്നു അല്ലെ, ആ നമ്പറിൽ വിളിച്ചിട്ട് സംശയം നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു.